പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ അത്ര സുഖകരമല്ലാത്തൊരു വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതായത് സുഖകരമല്ലാത്തെന്ന് പറയുന്നത് വാർത്തയാണ്, പക്ഷേ നമുക്കത്ര സുഖിക്കത്തില്ല, ദഹിക്കത്തില്ല. വേണ്ടി വന്നാൽ അല്ലാത്തൊരു ഭയവും മടുപ്പോ ഒക്കെ തോന്നും. അതുകൊണ്ട് മനക്കട്ടിയില്ലാത്ത ആളുകൾ ഈ വീഡിയോ തുടർന്ന് കാണണ്ട എന്ന് ഞാൻ പറയും. അതിനു മുമ്പ് പറയട്ടെ, തിരുവനന്തപുരത്ത് ഒരു പൊതുപ്രവർത്തനമുണ്ട്. സാമൂഹിക പ്രവർത്തകനാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. മുമ്പ് പട്ടാളക്കാരനായിരുന്നു, CPIക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഭാസ്കരൻ നായർ അജയൻ എന്നാണ്. അദ്ദേഹം ഇന്ന് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് അതുപടി വായിച്ച് കേൾപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ പോസ്റ്റ് ഞാൻ വായിക്കത്തേ ഉള്ളൂ, ഇടയ്ക്ക് ഞാൻ എൻ്റെ ചില കമൻറ്റുകൾ പറയും. പക്ഷേ അതൊരു വാർത്തയാണ്. മനുഷ്യൻ എത്രമാത്രം മൃഗമാകും എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ പോലും പരിഭവിക്കും. അവർക്ക് കേസ് കൊടുക്കാൻ വകുപ്പുണ്ടെങ്കിൽ അവർ കേസ് കൊടുത്തേനെ. അത്ര നീചമായൊരു വാർത്ത വരുന്നത് നമ്മുടെ പോർക്കിസ്ഥാൻ അല്ല, ഇന്നലെ പോർക്കിസ്ഥാൻ എന്നും പാകിസ്ഥാനിലെ ചില ആളുകളെ, അതായത് നമ്മുടെ തേജസ് വിമാനം ദുബായ് എയർബേസിൽ എയർ ഷോയിൽ തകർന്നു വീണപ്പോൾ പാകിസ്ഥാനിലെ ഒരു ജേർണലിസ്റ്റ് അത് കണ്ട് അള്ളാ ഇന്ത്യയുടെ തേജസ് വീഴ്ത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ച ആ പാകിസ്ഥാനി ജേർണലിസ്റ്റിനെ ഞാൻ പന്നി എന്ന് വിളിച്ചു. എന്നിട്ട് പോർക്കിസ്ഥാൻ എന്ന് പാകിസ്ഥാനെ വിളിച്ചപ്പോൾ ഒരുപാട് പേർക്ക് കുരുപൊട്ടി. കുറേ പേര് വന്ന് എന്നെ ചീത്ത വിളിച്ചു. അതായത് പാകിസ്ഥാൻ പത്രപ്രവർത്തകൻ ഇന്ത്യൻ വിമാനം വീഴ്ത്തിയത് അള്ളയാണ് എന്ന് പറഞ്ഞ് ആഹ്ലാദിച്ചതിനെ വിമർശിച്ചതിന് അവനെ പന്നി എന്ന് വിളിച്ചത്, പാകിസ്ഥാനെ പോർക്കിസ്ഥാൻ എന്ന് വിളിച്ചതിന് ഇന്ത്യയുടെ ശത്രു രാജ്യത്തെയാണ് ഞാൻ അങ്ങനെ വിളിച്ചത്. അതിൻ്റെ പേരിൽ ഇവിടെയുള്ള കുറേ ആളുകൾക്ക് എന്തുകൊണ്ടാണ് കുരുപൊട്ടിയത്, എന്നോട് ദേഷ്യം വന്നത്, എന്നെ തെറി വിളിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അവരുടെ ദേശസ്നേഹം അളക്കുന്ന മാപിനി എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനത് അളക്കാനും പോകുന്നില്ല, പ്രേക്ഷകർ തീരുമാനിക്കുക. അതുപോലെ ആ പോർക്കിസ്ഥാനിൽ ഇനിയിപ്പോൾ കുരുപൊട്ടുന്നവർ ക്ഷമിക്കാൻ വേണ്ടി ഞാൻ വേണം പറയാം, പാകിസ്ഥാനിൽ നിന്നുള്ള വാർത്തയാണ്. അത് ഭാസ്കരൻ നായർ അജയൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ അറിവിലേക്കായി വായിക്കാം. മരണശേഷം പ്രിയപ്പെട്ടവർക്ക് ശാന്തി ലഭിക്കുന്ന ഇടമാണ് ശ്മശാനം. എന്നാൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ദരിയാഹൻ ഗ്രാമത്തിലെ ആ കല്ലറകൾ അങ്ങനെ ആയിരുന്നില്ല. ആരും വിശ്വസിക്കാത്ത രീതിയിൽ ഉള്ള ഒരു സംഭവം ആയിരുന്നു അവിടെ സംഭവിച്ചത്. പേടിപ്പെടുത്തുന്ന സൈക്കോ സിനിമകളെ വെല്ലുന്ന ഭീകര സംഭവം. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാനിലെ നരഭോജികളുടെ കഥയാണിത്. 2021 ഏപ്രിൽ 3 ഈ ഭീതിയുടെ തുടക്കം. ദരിയാഹൻ ഗ്രാമത്തിലെ ശ്മശാനത്തിൽ തലേ ദിവസം അടക്കം ചെയ്ത പെൺകുട്ടിയുടെ ഖബർ കുഴിച്ചു മാറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തി. മണ്ണിൻ്റെ സ്ഥാനചലനവും മനുഷ്യപ്രയത്നത്തിൻ്റെ ലക്ഷണങ്ങളും കണ്ടതോടെ നാട്ടുകാർ പരിഭ്രാന്തരായി. പോലീസ് എത്തിയപ്പോൾ ഖബർ തുറന്നു പരിശോധിച്ചപ്പോൾ പെൺകുട്ടിയുടെ മൃതദേഹം കാണാനില്ലായിരുന്നു. സംഭവം ദുരൂഹത നിറഞ്ഞതായി തോന്നിയതോടെ നാട്ടുകാരും പോലീസും ചേർന്ന് അന്വേഷണം ആരംഭിച്ചു. ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത 2 ചെറുപ്പക്കാരെക്കുറിച്ച് ലഭിച്ച വിവരങ്ങൾ സംശയകരമായി തോന്നിയതുകൊണ്ട് ഫർഹാൻ, ആരിഫ് അലി എന്നീ സഹോദരങ്ങളിലേക്ക് പോലീസിൻ്റെ അന്വേഷണം എത്തി. പേര് ശ്രദ്ധിക്കണം, ഫർഹാൻ, ആരിഫ് അലി. അത് പ്രത്യേകിച്ച് പറയേണ്ട, പാകിസ്ഥാനിലായിരിക്കുമ്പോൾ രാമനെന്നോ കൃഷ്ണനെന്നോ കേശവനെന്നോ പേര് വരത്തില്ലല്ലോ. ഏപ്രിൽ 4 പോലീസ് സംഘം ആരിഫിൻ്റെ വീട്ടിലെത്തി പരിശോധന ആരംഭിച്ചു. അടഞ്ഞു കിടന്ന ഒരു മുറി തുറന്നപ്പോൾ പോലീസിനെ കാത്തിരുന്നത് വിചിത്രമായ കാഴ്ചകളായിരുന്നു. ഇറച്ചിക്കറിയുള്ള പാത്രം, ഇറച്ചി വെട്ടാൻ ഉപയോഗിക്കുന്ന കട്ടിയുള്ള തടിമേശ, വലിയ കത്തി, കോടാലി എന്നിവയെല്ലാം കൊഴുപ്പും മാംസത്തിൻ്റെ അവശിഷ്ടങ്ങളും പറ്റിപ്പിടിച്ച് കിടന്നിരുന്നു. കട്ടിലിനടിയിൽ നിന്നും കണ്ടെത്തിയ ഒരു വലിയ ബാഗ് തുറന്ന എല്ലാവരും ഞെട്ടി. കാണാതായ പെൺകുട്ടിയുടെ, ശവക്കുഴിയിൽ നിന്ന് കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹമായിരുന്നു അത്. എന്നാൽ മൃതദേഹത്തിൻ്റെ കാൽമുട്ടിന് താഴെയുള്ള ഭാഗം മുറിച്ചു മാറ്റിയ നിലയിലായിരുന്നു. ചോദ്യം ചെയ്യലിൽ ആരിഫ് അലി ആ ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്തി. താഴെയുള്ള ഭാഗം ഞങ്ങൾ കഷണങ്ങളാക്കി കറി വച്ചായിരുന്നു, കുറച്ച് കറി ബാക്കിയുണ്ട്, അതാണ് ആ പാത്രത്തിൽ സാർ കണ്ടത്, പോലീസിനോട് പറഞ്ഞതാണ്. ഒട്ടും ഭയമില്ലാതെയായിരുന്നു ആ മറുപടി. തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ ഫർമാനും ആരിഫ് അലിയും കൂടുതൽ ഭീകരമായ സത്യങ്ങൾ വെളിപ്പെടുത്തി. കഴിഞ്ഞ 2 വർഷമായി ഇവർ ശ്മശാനത്തിൽ നിന്നും മൃതദേഹങ്ങൾ കുഴിച്ചെടുത്ത് ഭക്ഷിക്കുന്നുണ്ടായിരുന്നു. 2 വർഷം കൊണ്ട് ഏകദേശം 100ഓളം മൃതദേഹങ്ങൾ ഇവർ ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു എന്ന് വെളിപ്പെടുത്തി. ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിനെ തുടർന്ന് അധികാരികളുടെ അനുവാദത്തോടെ കഴിഞ്ഞ 2 വർഷമായി അടക്കം ചെയ്ത എല്ലാ ശവക്കല്ലറകളും തുറന്നു പരിശോധിച്ചു. ഫലം
പല ഖബറുകളിലും മൃതദേഹങ്ങളോ എല്ലുകളുടെ അവശിഷ്ടങ്ങളോ പോലും ഉണ്ടായിരുന്നില്ല. ഈ സംഭവം പാകിസ്ഥാനിൽ വലിയ കൊള്ളടക്കം സൃഷ്ടിച്ചു. എന്നിരുന്നാലും തെളിവുകൾ സഹിതം കേസ് കോടതിയിലെത്തിയെങ്കിലും വിചാരണയിൽ പാകിസ്ഥാൻ നിയമത്തിലെ വിചിത്രമായ ഒരു പഴുത് വെളിവാക്കപ്പെട്ടു. പാകിസ്ഥാൻ്റെ നിയമമനുസരിച്ച് മനുഷ്യൻ്റെ മൃതദേഹം ഭക്ഷിക്കുന്നത് കുറ്റകരമായി കണക്കാക്കപ്പെട്ടിരുന്നില്ല. അതിനാൽ നരഭോജനം എന്ന കുറ്റത്തിന് അവരെ ശിക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇവരുടെ പ്രവർത്തികൾ സമൂഹത്തിൽ ഭയമുണ്ടാക്കാൻ കാരണമായി എന്നും മൃതദേഹങ്ങളോട് കാണിക്കേണ്ട ബഹുമാനങ്ങൾ കാണിച്ചില്ല എന്നുമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇരുവർക്കും കോടതി ശിക്ഷ വിധിച്ചു. എന്താ ശിക്ഷ എന്നറിയാവോ? 2 വർഷത്തെ തടവ്. ഈ ലഘുവായ ശിക്ഷ രാജ്യവ്യാപകമായി പാകിസ്ഥാനിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു. എന്നാൽ 2014 ഏപ്രിൽ 14 ജയിൽ ശിക്ഷ, 2 വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് രണ്ടുപേരും പുറത്തിറങ്ങി. പക്ഷേ ആരിഫ് അലി വീണ്ടും പിടിയിലായി. അയൽക്കാരൻ വീട്ടിൽ നിന്നും വരുന്ന രൂക്ഷഗന്ധത്തെക്കുറിച്ച് പരാതിപ്പെട്ടതിനെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഈ ഭീകരത വീണ്ടും പുറത്തു വരുന്നത്. വീട്ടിലെ അടുക്കളയിൽ കണ്ട കാഴ്ച പോലീസിനെ ഞെട്ടിച്ചു. ഒരു തടിമേശപ്പുറത്ത് ഒരു കുഞ്ഞു തല ഇരിക്കുന്നുണ്ടായിരുന്നു. വെള്ളം തിളയ്ക്കുന്ന സ്റ്റവും സമീപത്തുണ്ടായിരുന്നു. ആരിഫ് അലിയെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ കുട്ടിയുടെ ബാക്കി ഭാഗം കറിവച്ചു കഴിച്ചു എന്നായിരുന്നു മറുപടി. അങ്ങനെയുണ്ട്. സഹോദരൻ ഫർമാനെയും പോലീസ് പിടികൂടി. മുമ്പ് നിയമത്തിലെ പഴുത് കാരണം ലഘുവായ ശിക്ഷ ലഭിച്ച സാഹചര്യത്തിൽ ഇപ്രാവശ്യം പോലീസ് ശക്തമായ തെളിവുകളോടെയാണ് കോടതിയിൽ കേസ് അവതരിപ്പിച്ചത്. ഈ ശൈലിയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ക്രമസമാധാന പ്രശ്നമുണ്ടാക്കും എന്ന നിഗമനത്തിൽ കോടതി ഇരുവർക്കും 12 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. 2026 വരെ ആയിരുന്നു ശിക്ഷയെങ്കിലും കോടതിയിൽ നല്ല നടപ്പ്, മനസ്സിലായോ? അവർ നല്ല നടപ്പുകാരായതുകൊണ്ട് അവരെ 2025 ഈ വർഷം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി. ലോകത്തെ നടുക്കിയ നരഭോജികളായ ഈ സഹോദരങ്ങളുടെ കഥ മനുഷ്യ മനസ്സിൻ്റെ ഇരുണ്ട കോണുകളെക്കുറിച്ചുള്ള ഭീകരമായ ഓർമ്മപ്പെടുത്തലായി ഇന്നും നിലനിൽക്കുന്നു. അമ്മയായി കാണേണ്ടുന്ന പശുവിനെ കൊന്ന് കറിവെച്ച് തിന്നുന്നവർക്ക് എന്ത് ശവശരീരം? ഇത് നമ്മുടെ ഭാസ്കരൻ നായർ അജയൻ എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. പാകിസ്ഥാനിലായത് ഭാഗ്യമായി. ഇന്ത്യയിലോ മറ്റോ ആയിരുന്നുവെങ്കിൽ ഈ സഹോദരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മുക്കിന് ശവക്കുഴി തോണ്ടി ശവഫെസ്റ്റ് നടത്തുമായിരുന്നു നമ്മുടെ നാട്ടിലെ ഇസ്ലാമിസ്റ്റുകളും സഖാക്കന്മാരും. കോൺഗ്രസ്സുകാർ ഒരു പടി കൂടി കടന്ന് സ്വന്തം അച്ഛനെ വരെ കുരുതി കൊടുത്ത് ശവഫെസ്റ്റ് നടത്തി ഇവരുടെ പ്രീതി പിടിച്ചു പറ്റുമായിരുന്നു എന്ന് ഭാസ്കരൻ നായർ അജയൻ പറയുന്നു. അല്ലെങ്കിൽ ജമായത്തെ ഇസ്ലാമിയുമായി, വെൽഫെയർ പാർട്ടിയുമായി, ഉമർ ഖാലിദിൻ്റെ അച്ഛനുമായി സീറ്റ് പങ്കിട്ട ഇവരെ മനുഷ്യമൃഗം എന്നല്ലാതെ എന്താണ് വിളിക്കുക? കോൺഗ്രസ്സുകാരെക്കുറിച്ച് ഭാസ്കരൻ നായർ അജയൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ചോദ്യമാണ്. ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് ഭാസ്കരൻ നായർ അജയൻ തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ രാവിലെ വന്നിരുന്നിട്ട് വളരെ ഭീതി ഉണ്ടാക്കുന്ന, അറപ്പുളവാക്കുന്ന ഒരു വാർത്ത നിങ്ങളോട് പങ്കുവെക്കേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തല്ല, നമ്മുടെ ലോകത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. കൂടുതലും നടക്കുന്നത് ഒരു ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്താണ്, അതും നമ്മുടെ നിതാന്ത വൈരിയായ രാജ്യത്താണ് എന്നതുകൊണ്ട് അത് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. പക്ഷേ അതിൻ്റെ ഒരു പ്രസക്തി, അതിനൊരു രാഷ്ട്രീയ പ്രസക്തി ഉണ്ട് എന്ന് ഇപ്പോൾ നമ്മുടെ ഭാസ്കരൻ നായർ അജയൻ പറയുന്നു. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? രാജ്യത്തെ ജനങ്ങളെ, ഭൂരിഭാഗം ജനങ്ങളെയും കാഫിറുകളായി കാണുകയും വേണ്ടി വന്നാൽ അവരെ മതം മാറ്റുകയും അതിന് സംബന്ധിച്ചില്ലെങ്കിൽ അവരെ കൊല്ലുകയും വരെ ചെയ്യാമെന്ന് പറയുന്ന മൗദൂദിയൻ ആശയമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനവുമായി, SDP-യുമായി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ചങ്ങാത്തമുണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പിനെ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ, നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒക്കെ നേരിടാൻ തീരുമാനമെടുത്തിരിക്കുന്ന കാലത്ത് ഇത്തരം വാർത്ത മുന്നിൽ വെച്ചിട്ട് ആ പാകിസ്ഥാനിലെ നരഭോജികളെക്കാൾ ഭീകരന്മാരാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എന്ന് ഭാസ്കരൻ നായർ അജയൻ പറയാതെ പറയുന്നുണ്ട്.